ഹായ് മക്കളെ, മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ ആളുകൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്, സീറ്റുകൾ കിട്ടുമോ, സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം, കീമിൽ നമ്മുടെ ഫാർമസിയുടെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കീമിൽ ഫാർമസിക്ക് കൊടുത്ത കുട്ടികൾക്കൊക്കെ അലോട്ട്മെന്റ് ലഭിച്ചോ എന്നുള്ളത് ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പ്രൊവിഷണൽ ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഓൾ ഇന്ത്യയുടെ കാര്യമാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ റൗണ്ട് 2 മുൻപായിട്ട് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്കുണ്ട്. ഈ വർഷം MBBS സീറ്റുകൾ, ഈ വർഷത്തെ 2025 അക്കാഡമിക് സെഷനിലേക്ക് MBBS സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. NMC അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുന്ന സീറ്റുകൾ, MBBS സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കുറേ ആളുകൾ, കുഞ്ഞുങ്ങൾ അവരുടെ വിഷമം അറിയിക്കുന്നുണ്ട്. കേരളത്തിൽ അലോട്ട്മെന്റ് കിട്ടിയില്ല, അതേപോലെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയില്ല. അവർക്കൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അപ്പോൾ സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്രയാണെന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ടില്ല. ബട്ട് ആ സീറ്റുകൾ കൂടെ റൗണ്ട് 2 ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഡിലേ ആകുന്നത്. ആ ഒരു കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും റൗണ്ട് 2 കൂടുതൽ സീറ്റുകൾ അനുവദിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. യെസ്, അതേപോലെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 2 ഡേറ്റ് ആണ്. അപ്പൊ ഈ സീറ്റുകൾ എത്രയാണെന്നുള്ളതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രമാണ് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ടെന്റേറ്റീവ് ആയിട്ട് നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ഓൾ ഇന്ത്യയുടെ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് സ്കെഡ്യൂൾ വന്നിട്ടില്ല. കംപ്ലീറ്റ് സ്കെഡ്യൂൾ വന്നാലാണ് എന്നു മുതൽ എന്നു വരെ രജിസ്ട്രേഷൻ ഒക്കെ അറിയാൻ സാധിക്കാം. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ആദ്യ അലോട്ട്മെന്റിൽ രജിസ്ട്രേഷൻ നടത്താത്തവർക്കും രണ്ടാമത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കൊടുത്തില്ല എന്ന് കരുതി യാതൊരു കുഴപ്പമില്ല. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കുട്ടികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നടത്തുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, താൽക്കാലികമായ ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 29 ആണ്. ഇനി കേരളയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കുറേ കുട്ടികൾ നമ്മളുടെ കമ്മ്യൂണിറ്റി വഴിയൊക്കെ അറിയിച്ച കുറച്ച് ഡൗട്ടുകളാണ്. അതായത് ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് കേരള അലോട്ട്മെന്റ് ആണ്. കേരളത്തിലേക്കുള്ള MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കൊടുത്തു. സെക്കൻഡിൽ ഇനി ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞ കാര്യമാണ്, ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അത് എന്നാണ്? ഇപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ പറ്റത്തില്ല. അതിന് കേരളയുടെ പുതിയ സ്കെഡ്യൂൾ വരണം. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂൾ വരണം. 27-ാം തീയതിയോട് കൂടിയാണ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഡേറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷനും റീ അറേഞ്ച്മെന്റും ഡിലീഷനും ഒക്കെ പോസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? കേരളയുടെ കാര്യമാണ്. അതേപോലെ കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്. കേരളത്തിലെ യുനാനിയുടെയും സിദ്ധയുടെയും ആയുർവേദയുടെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ ഓപ്ഷൻ കൺഫർമേഷൻ അത് ഉടൻ തന്നെ ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇന്നോ വരും ദിവസങ്ങളിലോ അത് തീർച്ചയായും ഉണ്ടാകും. എത്തിയാൽ ഉടനെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരള MBBSനും BDSനും ഫീസ് അടച്ചിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്, രജിസ്ട്രേഷൻ ഫീ. ആ കുട്ടികൾ വീണ്ടും സിദ്ധയ്ക്കും യുനാനിക്കും ഹോമിയോപ്പതിക്കും ഒക്കെ വീണ്ടും രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ട കേട്ടോ. 5000 രൂപ നിങ്ങൾ MBBSനും BDSനും ഒക്കെ വേണ്ടിയിട്ട് അടച്ചില്ലേ, ആ ഒരു രജിസ്ട്രേഷൻ ഫീ വീണ്ടും നിങ്ങൾ ഇവിടെ കൊണ്ട് അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു എമൗണ്ട് നിങ്ങൾ അവിടെ അടച്ച എമൗണ്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സിദ്ധയും യുനാനിയും ഹോമിയോപ്പതിയും ആയുർവേദവും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ MCCയുടെ ഓൾ ഇന്ത്യയുടെ രണ്ടാമത്തെ റൗണ്ട് 29 കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് നമുക്ക് നിലവിൽ തന്നിരിക്കുന്ന ഡേറ്റ്. ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഡേറ്റ് 29 ആണ്. അതേപോലെ ആദ്യ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്കും രണ്ടാമത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. പുതിയ സീറ്റുകൾ വരുന്നുണ്ട്. അത് എത്രയാണെന്നൊക്കെ നമ്മൾ നിങ്ങളെ അറിയിക്കും. സൈറ്റിൽ അപ്ലോഡ് ആയാൽ ഉടനെ അറിയിക്കും. യെസ്, അതേപോലെ കേരളയുടെ 27 കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ സിദ്ധയുടെയും ആയുർവേദത്തിന്റെയും ഒക്കെ ആദ്യ റൗണ്ടിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അതും എത്തിയാൽ ഉടനെ നമ്മൾ അറിയിക്കുന്നതാണ്. അതേപോലെ ഫാർമസി കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്തവര് ഇപ്പോൾ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.